ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബുൽ ജനായിസ് സബഖ് 35. ളാഹിറുൻ വ്യക്തമാണ് അന്നഹു ഈ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് വന്ന ദീർഘമായ ആ ദുആ അത് ഔല അതാണ് ഏറ്റവും നല്ലത് എന്നത് ളാഹിറാണ്. മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുആ. വഹുവ ഏതാണ് ആ ദുആ? അത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വസി മദ്ഖലഹു വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദ് വനഖിഹി മിനൽ ഖതായ കമാ യുനഖ സൗബുൽ അബിയദ് മിനദ് ദനസ് വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദുഹു മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അദാബിന്നാർ എന്ന ഈ ദുആ. വലാഹിറുൻ വ്യക്തമാണ് അന്നൽ മുറാദ ബിൽ ഇബ്ദാലി ഫിൽ അഹ്ലി വസൗജത്തി ഇവിടെ അഹ്ലും സൗജത്തിലും ബദലാക്കുക പകരമാക്കുക എന്നതുകൊണ്ടുള്ള മുറാദ് അത് ഇബ്ദാലുൽ ഔസാഫി അത് വസ്ഫുകളെ പകരമാക്കലാണ്, അല്ലാതെ ലദ്ദവാത്തി ദാത്തിനെ തന്നെ മാറ്റിമറിക്കലല്ല. വസ്ഫ് മാറി ഇപ്പോൾ ഉള്ള വസ്ഫിനേക്കാളും ഖൈറായ വസ്ഫിൽ ആഖിറത്തിൽ തരണേ എന്നാണ് ആ പ്രാർത്ഥന. അത് ദാത്തിനെ മാറ്റിമറിക്കലല്ല എന്ന് പറയാൻ കാരണം ലിഖൗലിഹി തആല അല്ലാഹു തആലയുടെ വാക്കിന് വേണ്ടി അൽഹഖനാ ബിഹിം ദുർരിയാതിഹിം എന്ന ഖൗല് അവരോടൊപ്പം അവരുടെ ദുർരിയാത്തിനെ നമ്മൾ ചേർക്കും. അപ്പോൾ ദാത്തിനെ തന്നെ അങ്ങോട്ട് ചേർക്കുകയാണ്. വലി ഖബരി തബ്റാനി വൈരിഹി തബ്റാനിയും വൈറും റിപ്പോർട്ട് ചെയ്ത ഹദീസിന് വേണ്ടി അന്ന നിസാ അൽ ജന്നത്തി മിൻ നിസാ ഇ ദുനിയ ദുനിയാവിലെ സ്ത്രീകളിൽ നിന്ന് സ്വർഗത്തിലുള്ള സ്ത്രീകൾ അഫ്ളലു മിനൽ ഹൂറുൽ ഐൻ ഹൂറുൽ ഐനുകളെക്കാൾ അഫ്ളലാണ് എന്ന ഹദീസിന് വേണ്ടി. അപ്പോൾ അവിടെ ദാത്തിനെ അല്ല ഇബ്ദാലാക്കുന്ന ഔസാഫിനെയാണ്. എന്നാൽ സുമ്മ റഅയ്തു ശൈഖന സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാഹ് നമ്മുടെ ശൈഖനെ ഞാൻ കണ്ടു എന്ന് ഖാല ശൈഖുന പറഞ്ഞു വ ഖൗലുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് വസൗജൻ ഖൈറൻ മിൻ സൗജിഹി എന്ന വാക്ക് അത് ലിമല്ല സൗജത്ത ലഹു സൗജത്തില്ലാത്ത ഭാര്യയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കൗല് അത് യസ്തുഖു അത് സാദിഖാവും ബി തഖ്ദീരിഹ ആ സൗജത്തിനെ സങ്കല്പിക്കുക ലഹു ആ സൗജിന് സങ്കല്പിച്ചു കൊടുത്ത് അവിടെ തഖ്ദീരിയായ നിലക്ക് അത് അവിടെ സാദിഖാവും. എങ്ങനെ സങ്കല്പിക്കുക? അൻ ലൗ കാനത്ത് ലഹു ആ സൗജ് അവനിക്ക് ഉണ്ടായാൽ എന്ന് സങ്കല്പിക്കലുണ്ട്. ആ അൻ എന്നുള്ളത് ഈ തഖ്ദീരിഹ എന്ന ആ ലമീറിനെ തഫ്സീർ ചെയ്യാണ് അൻ ലൗ കാനത്ത് ലഹു എന്നുള്ളത്. അപ്പം അങ്ങനെ ഭാര്യ ഉണ്ട് എന്ന് സങ്കല്പിക്കൽ കൊണ്ട് തഖ്ദീർ കൊണ്ട് ആ ദുആ അവിടെ സാദിഖാവും. കഥാ പ്രകാരം തന്നെയാണ് ഫിൽ മുസവ്വജത്തി വിവാഹം കഴിക്കപ്പെട്ട ഒരു സ്ത്രീ അവളിലും ഇദാ ഖീല ഇന്നഹാലി സൗജിഹാ ഫി ദുനിയ അവൾ ദുനിയാവിലുള്ള അവളുടെ ഭർത്താവിനാണ് എന്ന് പറയപ്പെട്ടാൽ, അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ അവൾ ദുനിയാവിലുള്ള ഭർത്താവിനല്ല എന്നും അഭിപ്രായമുണ്ട്. അപ്പോൾ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതെന്താവും? സാദിഖാവും. ആ ദാത്തിനെ തന്നെ പകരമാക്കി കൊടുക്കണമെന്ന്. സൗജത്തിന് എന്താണ് ഖൈറായ സൗജിനെ നൽകണമെന്ന് ആയി. പിന്നെ യുറാദു ബി ഇബ്ദാലിഹ അവൾക്ക് പകരമാക്കുക സൗജന ഖൈറൻ മിൻ സൗജിഹ അവളുടെ സൗജിനേക്കാൾ ഖൈറായ സൗജിനെ പകരമാക്കുക എന്നിപ്പോൾ ഈ ദുആ കൊണ്ടുവരുമല്ലോ. ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? മായമ്മു ഇബ്ദാല ദവാത്തി വ ഇബ്ദാല സിഫാത്തി ദാത്തിനെയും സിഫാത്തുകളെയും ദാത്തുകളെയും പകരമാക്കുക എന്നതിനെ ആമാക്കുന്ന ഒന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പം സൗജിനെ പകരമാക്കുക എന്ന് പറഞ്ഞാൽ അത് ദാത്തിനെ ഇബ്ദാലാക്കുന്നതും ഉണ്ട്, സിഫാത്തിനെ ഇബ്ദാലാക്കുന്നതും ഉണ്ട്. അതാണ് ഉദ്ദേശം. ഇന്ദഹ എന്ന് ശൈഖുന പറഞ്ഞു. ഇവിടെ യുറാദു ബി ഇബ്ദാലിഹ ആ ഹായുടെ മർജിയിലായി മുത്തലക്കം സൗജത്തിലേക്കാണ്. സൗജത്തിനിക്ക് ബദലാക്കുക എന്നത് അല്ലാതെ ശൈഖുന പറഞ്ഞ കഥാഫിൽ മുസവ്വജത്തി എന്ന് പറഞ്ഞ ആ പറയപ്പെട്ട മുസവ്വജത്തിലേക്കല്ല ആ ലമീർ.
കാരണം അങ്ങനെ ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ശേഷം ഇബ്നു ഹജർ തങ്ങൾ ഷെയ്ഖുനയുടെ പിന്നെ വാക്കിൽ ഈ പറഞ്ഞ ഇബാറത്തിന് ഈ വാക്കിൽ 2 എത്റാൽ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് ഇതാണ് ഇറാദത്ത് ഇബ്ദാലി ദവാത്തി, ദാത്തിനെ പകരമാക്കുക എന്നത് ഉദ്ദേശിച്ചത് പറഞ്ഞ് അന്നഹാലി സൗജിഹാ ബി ദുനിയ, അവൾ ദുനിയാവിലുള്ള അവളുടെ ഭർത്താവിനാണെന്ന് ഇവിടെ പറഞ്ഞു ചെയ്തു. ഇതാക്കീല ഇന്നഹാലി സൗജിഹാ ബി ദുനിയ എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞു ചെയ്യലോട് കൂടെ പിന്നെ ദാത്തിനെ ഇബ്ദാലാക്കുക എന്ന് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞത് യുറാദ് ബി ഇബ്ദാലിഹ എന്ന് ഷെയ്ഖുനെ പറഞ്ഞല്ലോ. അപ്പോൾ ആ പറഞ്ഞ ഉദ്ദേശം എന്താകൂല, ഫീഹി നദറുൻ, അതിൽ നദറുണ്ട്. അത് പിന്നെ ഷെർവാനിയൊക്കെ പറയുന്നുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ അവിടെ ഇത്റാദാക്കിയത് ഷെയ്ഖുനയുടെ ഈ യുറാദു ബി ഇബ്ദാലിഹ എന്ന അതിലെ ആ ലമീറിനെ എന്ത് ചെയ്ത് അതിൻ്റെ മർജിയിലേക്ക് കദാബിൽ മുസവ്വജത്തി എന്ന പറയപ്പെട്ട മുസവ്വജത്തിലേക്ക് വെച്ചത് കൊണ്ടാണ് അവിടെ ഇത്റാദ് വന്നത്. അവിടെ ഷെയ്ഖുനെ ഉദ്ദേശിച്ചത് പിന്നെ ബി ഇബ്ദാലിഹ എന്ന് പറഞ്ഞാൽ മുത്തലഖൻ സൗജത്ത് എന്നതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഇത്റാദ് വരില്ല എന്ന് ഷെർവാനി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇത്റാദ് ഇബ്നു ഹജർ തങ്ങൾ ഈ വാക്കിൽ കൊണ്ടുവന്നത് കഥാ ഖൗലുഹു, ഇപ്രകാരം തന്നെയാണ് ഷെയ്ഖുനയുടെ വാക്ക് ഇദാ ഖീല എന്ന് പറഞ്ഞിട്ട് ആ ദുനിയാവിലുള്ള സൗജിനിക്കാണ് ആ സൗജത്ത് എന്ന ആ അഭിപ്രായത്തെ ലഈഫാക്കിയാണ് ഷെയ്ഖുന പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞത് അതെങ്ങനെ കൈഫ, അതെങ്ങനെയാണ് അത് ഖീലയാകുക? അത് സഹൽ ഖബറു ബിഹി, അതുകൊണ്ട് ഹദീസ് സഹിയായിട്ടുണ്ടല്ലോ, ദുനിയാവിലുള്ള സ്ത്രീ ഭർത്താവിനാണ് അവള് സ്വർഗത്തിൽ എന്ന ഹദീസ് സഹിയായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഖീലയാക്കുക എന്ന് വിനേതങ്ങൾ ചോദിക്കാം. ഏതാണ് ആ ഹദീസ്? വഹു അത് അന്നൽ മർഅത്ത ലി ആഖിരി അസ്വാജിഹ, സ്ത്രീ അവളുടെ അവസാനത്തെ ഭർത്താവിനുള്ളതാണ് എന്ന ഹദീസ്. റവത്തുഹു, ആ ഹദീസിനെ റിവായത്ത് ചെയ്ത് ഉമ്മുദ്ദർദ എന്ന് പറയും മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് റിവായത്ത് ചെയ്തു. എപ്പോൾ ലമ്മ ഖതബഹ ബഅദ മൗതി അബിദ്ദർദ എന്നവർ മരണപ്പെട്ടതിന് ശേഷം ഉമ്മുദ്ദർദയെ മുആവിയത്ത് എന്നൊരു വിവാഹാലോചന നടത്തിയപ്പോൾ പറഞ്ഞ ഹദീസാണത്. അപ്പോൾ ആ ഹദീസിൽ ആഖിറു സൗജിനാണ് മർഹത്ത് എന്ന് സഹിയായിട്ടുണ്ട്. അപ്പോൾ അത് ഖീലയാക്കി തള്ളേണ്ടതല്ല എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു. വയൂഖദു മിൻഹു, ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും. ഹദീസിൽ നിന്ന് ഇബ്നു ഹജർ തങ്ങൾ 2-3 രൂപം അവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തത് അന്നഹു ഫീമൻ മാത്ത, ഒരു പുരുഷൻ മാത്ത അവൻ മരണപ്പെട്ടു, ഏത് നിലയിൽ വഹിയ ആ ഭാര്യ ഫി ഇസ്മത്തിഹി അവൻ്റെ സംരക്ഷണത്തിലാണ്, അങ്ങനെ മരണപ്പെട്ടവനിലും ആണ് ഈ പറഞ്ഞത്. വലം തത്തസവ്വജ് ബാദഹു, എന്നിട്ട് അവനിക്ക് ശേഷം ഈ സ്ത്രീ എന്തായിട്ടില്ല, വിവാഹിതയായിട്ടില്ല. അത് ഒരു രൂപം. പിന്നെ ഇനിയിപ്പോൾ ഇല്ലം തക്കുൻ ഫി ഇസ്മത്തി അഹദിഹിം, ഇനി ആ ഭർത്താക്കന്മാരിൽ ഒരാളുടെയും സംരക്ഷണയിൽ അവൾ ആയിട്ടില്ല. ഇന്ത മൗത്തി, ഇവൻ മരിക്കുന്ന സമയത്തിൽ ഒരു ഭർത്താവിൻ്റെയും അടുക്കലായിട്ടില്ല. എന്നാൽ എഹ്തമല അൽ ഖൗല, അപ്പോൾ സാധ്യതയുണ്ട് എന്തിനാൽ ഖൗല ബി അൻഹ തുഖയ്യറു, അവൾക്ക് അവളുടെ ഇഷ്ടം പ്രവർത്തിക്കലാണ് ചെയ്യുക എന്ന് പറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അൻഹ ലിസാനി, അവൾ 2ാം ഭർത്താവിനാണ്, ഒരാളുടെയും ഇസ്മത്ത്, അവൾ മരിക്കുന്ന സമയത്ത് ഒരാളുടെയും ഇസ്മത്തിലായിട്ടില്ല എങ്കിൽ അവൾ 2ാം ഭർത്താവിനാണ് എന്നതിന് എഹ്തിമാലുണ്ട് എന്ന്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഒരു രൂപം പറഞ്ഞു. ഇനി വലവും മാത്ത അഹദുഹും, ഇനി ആ ഒരു ഭർത്താക്കന്മാരിൽ ഒരാൾ മരിച്ചു, ഏത് നിലയിൽ വഹിയ ഫി ഇസ്മത്തിഹി, ആ മരിച്ച ആളുടെ സംരക്ഷണത്തിലാണ് ഇവളുള്ളത്, അങ്ങനെയാണ് മരിച്ചത്. എന്നിട്ട് സുമ്മ തസവ്വജത്ത്, എന്നിട്ട് പിന്നീട് അവൾ വിവാഹിതയായി, എന്നിട്ട് തുല്യഖത്ത്, എന്നിട്ട് അവൾ തലാഖ് ചെല്ലപ്പെട്ടു. സുമ്മ മാത്തത്ത്, പിന്നെ അവൾ മരണപ്പെട്ടു. അപ്പോൾ ഇവിടെ ഹൽ ഹിയ ലിൽ അവ്വലി, അപ്പോൾ അവിടെ ആദ്യം ഭർത്താവിനാണോ ഔലിസാനി, ഇത് 2ാമത് പിന്നെ വിവാഹിത തലാഖ് ചെല്ലിയ ഈ ഭർത്താവിനുള്ളതാണോ? അങ്ങനെ വരുമ്പോൾ ലാഹിറുൽ ഹദീസി, ഈ ഹദീസിൻ്റെ മേൽ പറഞ്ഞ ഹദീസിൻ്റെ ലാഹിർ അന്നഹ ലിസാനി, പിന്നെ അവൾ 2ാം ഭർത്താവിനിക്കുള്ളതാണ് എന്നാണ് ലാഹിർ. കാരണം അതിൻ്റെ ലാഹിർ അങ്ങാണല്ലോ, ആഖിരി അസുവാദിഹ എന്ന് പറഞ്ഞതിൻ്റെ ലാഹിർ അവസാന ഭർത്താവ് എന്ന് പറയുമ്പോൾ 2ാം ഭർത്താവിനാണെന്ന് ലാഹിർ അങ്ങനെ വരും. എന്നാൽ ഖദിയത്തുൽ മുദ്റക്കി, ദലീലിൻ്റെ തേട്ടം അന്നഹ ലിൽ അവ്വലി, അവൾ ആദ്യ ഭർത്താവിനാണെന്നതാണ് ദലീലിൻ്റെ തേട്ടം. അങ്ങനെയാണ് ആദ്യ ഭർത്താവിനാണെന്നും
അന്നൽ ഹദീസ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹദീസ് മഹ്മൂലുൻ, അത് അംല ചെയ്യപ്പെടുന്നതാണ് എന്നും ആണ്. എന്തിൻ്റെ മേലെ? അല മാ ഇദാ മാത്തൽ ആഖറു, മറ്റേ ഭർത്താവ് മരണപ്പെട്ടാൽ ഏത് നിലയിൽ? വഹിയ, അവൾ ഫി ഇസ്മത്തിഹി, അവൻ്റെ ഇസ്മത്തിലായ നിലയിൽ. രണ്ടാമത്തെ ഭർത്താവ് മരണപ്പെടുമ്പോൾ അവൻ്റെ ഇസ്മത്തിലായിട്ട് ഇവ മരണപ്പെട്ടാൽ, ആ മരണപ്പെട്ടാൽ എന്ന് വരുന്ന ആ രൂപത്തിന്മേലാണ് ഈ പറഞ്ഞ ഹദീസിനെ അമല് ചെയ്യേണ്ടത്. അത് ആഖിർ അസ്വാജ് എന്ന് പറഞ്ഞത് ഈ ആഖിർ അസ്വാജ്, അവസാനത്തെ അസ്വാജ് മരണപ്പെടുന്ന സമയത്തിൽ അവൻ്റെ സംരക്ഷണതയിൽ ആകണം എന്നാണ് ആ പറഞ്ഞത്. എന്ന ഹദീസിനെ അങ്ങനെ അമല് ചെയ്യപ്പെടണം എന്നുമാണ് ദലീലിൻ്റെ തേട്ടം. അപ്പോൾ ആ ദലീലിൻ്റെ മുതലക്ക് കൊണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ ഒന്നാം ഭർത്താവിനാണ് അവൾ എന്ന് മനസ്സിലായി. കാരണം രണ്ടാമത്തെ ആളുടെ സംരക്ഷണത്തിലല്ലല്ലോ, ആദ്യത്തെ ആളുടെ സംരക്ഷണത്തിൽ ഇരിക്കുമ്പോഴാണ് ഒന്നാമത്തെ ആൾ മരണപ്പെട്ടത്. രണ്ടാമത്തെ ആൾ മരണപ്പെടുന്ന പിന്നെന്താണ്, വിവാഹിതയായ അവൾ തലാഖ് ചെയ്യപ്പെട്ടിട്ടാണ് പിന്നെ മരിക്കുന്നത്. അപ്പം ആ രണ്ടാമത്തെ ആളുടെ സംരക്ഷണത്തിലുള്ള സമയത്തല്ല ഇയാൾ മരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ ആൾക്കാണ് എന്നാണ് ദലീലിൻ്റെ തേട്ടം എന്ന്. ഇനി വഫി ഹദീസിന്, ഒരു ഹദീസിലുണ്ട്, റവാഹു ജംഉൻ, ഒരു വിഭാഗം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, ലാക്കിന്നഹു ലഈഫുൻ, പക്ഷേ ആ ഹദീസ് എന്താണ്? ലഈഫായ ഹദീസാണ്. ആ ഹദീസിലുണ്ട് എന്ത്? അൽ മർഅത്തു മിന്ന, നമ്മളിൽ നിന്നുള്ള പെണ്ണുങ്ങൾ, സ്ത്രീ, റുബ്ബമാ യകൂനു, അവൾ ചിലപ്പോൾ ഉണ്ടാകും, ലഹ യകൂനു ലഹ, അവൾക്കുണ്ടാകും, സൗജാനി ഫി ദുനിയ, ദുനിയാവിൽ ചിലപ്പോൾ അവൾക്ക് 2 ഭർത്താക്കന്മാരുണ്ടാവും. ഫതമൂതു, അപ്പോൾ ഇവൾ മരണപ്പെടും. വയമൂതാനി, അവർ 2 ഭർത്താക്കന്മാരും മരണപ്പെടും. വയദ്ഖുലാനിൽ ജന്ന, അവർ 2 പേരും എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിക്കും. ലി അയ്യിഹിമാ ഹിയ, അപ്പോൾ അവർ 2-ൽ ആർക്കാണ് ഈ പെണ്ണ്? ഖാല, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലി അഹ്സനിഹിമ, ആ 2 ഭർത്താക്കന്മാരിൽ ഏറ്റവും നല്ല ആൾക്കാണ്, ഖുലുഖൻ, സ്വഭാവത്താൽ അവർ 2-ൽ ആർക്കാണോ അവർക്കാണ് എന്ന് പറഞ്ഞു. കാന ഇൻദഹ, അവൾ അവൻ്റെ അടുക്കലായിരുന്നു. ഈ ദുനിയാവിൽ അവൻ്റെ അടുക്കലായിരുന്ന സമയത്ത് സ്വഭാവത്താൽ ഏറ്റവും അഹ്സനായ ആൾക്കാണ്. അത് ഒന്നാമത്തെ രണ്ടാമത്തെ എന്ന് പരിഗണനയില്ല. അഹ്സനായ ഖുലുഖ്, സ്വഭാവത്താൽ അഹ്സനായ ആൾക്കാണ് എന്ന് പറഞ്ഞൊരു ഹദീസ് കാണുന്നുണ്ട്. ഇനി വയുഖദ്ദമു, അപ്പൊ ആ പറഞ്ഞ ഹദീസിന്റെ ലാഹിർ എന്താ? ഖുലുഖിനാൽ അഹ്സനായ ആൾക്കാണെന്ന് പറയുമ്പോൾ അത് മറ്റാളുടെ സംരക്ഷണത്തിൽ മരണപ്പെട്ടാലും എന്താണ്, സ്വഭാവത്താൽ അഹ്സനായ ആൾക്കാണ് എന്നാണ് ഹദീസിന്റെ ലാഹിർ. വയുഖദ്ദമു അലൈഹി, ഇപ്പൊ ഈ പറഞ്ഞ ദുആഇന്റെ മേൽ എന്ത് ചെയ്യണം? മുന്തിക്കപ്പെടണം, നദിബൻ, സുന്നത്തായിട്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള ഈ ദുആക്ക് മുമ്പ് സുന്നത്താണ് എന്ത്? അല്ലാഹുമ്മ ഗ്ഫിർലി ഹയ്യിന വ മയ്യിതിന വ ഷാഹിദിന വ ഗായിബിന വ സഗീരിന വ കബീരിന വ ദക്കരിന വ ഉൻസാന, അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന ഫഅഹ്യിഹി അലൽ ഇസ്ലാം വമൻ തവഫൈതഹു മിന്ന ഫതവഫഹു അലൽ ഈമാൻ, അന്ന അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു വലാ തുളില്ലന ബഅദഹു എന്ന ഈ ദുആ അതിന് മുമ്പ് ചെല്ലല് സുന്നത്താണ്. കാരണം ലി അന്ന ഹാദൽ ലഫ്ള, ഈ പറഞ്ഞ ലഫ്ദ് സഹ്ഹാനു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് സഹീഹായി വന്നതാണ്. അതുകൊണ്ട് അതിന് മുമ്പ് ഇത് ചെല്ലല് സുന്നത്താണ്. പിന്നെ അപ്പം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അവിടെ ചെറുവാനി പറഞ്ഞ് ഇബാറത്തുൽ മോനി വൻ നിഹായ വൽ മോനി
وقدم هذا لثبوت لفظه في مسلم وتضمنه الدعاء للميت بخلاف ذلك فإن بعضه مروي بالمعنى وبعضه باللفظ. അപ്പോൾ ഈ ദുആ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വ മയ്യിത്തിനാ എന്ന ആ ദുആ എന്താണ്, അത് അതിൻ്റെ റിവായത്ത് പിന്നെ മുസ്ലിം റിവായത്തിൽ അതിൻ്റെ ലഫ്ള് സുബൂത്തായതുകൊണ്ടാണ്. അതിൽ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുആഇനെ തളമ്മനാക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വ മയ്യിത്തിനാ എന്നുള്ളത് മഅന കൊണ്ട്, ചിലത് മഅന കൊണ്ടും ചിലത് ലഫ്ള് കൊണ്ട് റിവായത്ത് ചെയ്തും വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, പിന്നെ ഇതിനെ മുന്തിക്കപ്പെടണമെന്ന് പറഞ്ഞത്. ഇനി യഖൂലു ഫി തുഫ്ലി, കുട്ടിയിൽ പറയണം. അല്ലതി, എങ്ങനത്തെ കുട്ടിയാണ്, ലഹു അബവാനി മുസ്ലിമാനി, മുസ്ലിമായ മാതാപിതാക്കളുള്ള കുട്ടിയുടെ മയ്യത്താണെങ്കിൽ അതിൽ പറയൽ സുന്നത്താണ്. ഹാദത്താനി, ഈ പറഞ്ഞ രണ്ടാമത്തോടുകൂടെ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ മയ്യിത്തിനാ എന്നതോടുകൂടെ തന്നെ പിന്നെ സുന്നത്താണ്. ഫി തർത്തീബ് ദിക്രി, അതായത് ഈ ദിക്രിയായ തർത്തീബിൽ ഈ പറഞ്ഞതോടുകൂടെ, ഇതിനെ ആദ്യം പറയാൻ രണ്ടാമത് പറയാന്ന് പറഞ്ഞ നിലക്ക് ആ തർത്തീബിൽ തന്നെ ഇതോടൊപ്പം തന്നെ പറയണം. അല്ലാഹുമ്മ ജഅൽഹു ഫറത്തൻ ലി അബവൈഹി എന്ന് തുടങ്ങുന്ന ദുആ. പിന്നെ ഐ ഫറത്തൻ ലി അബവൈഹി എന്ന് പറഞ്ഞാൽ ഐ സാബിഖൻ മുഹയ്യഅൻ ലി മസാലിഹിഹിമാ ഫിൽ ആഖിറതി, ആഖിറത്തിൽ ആ മാതാപിതാക്കളുടെ മസ്ലഹത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടതായ ഒരു മുൻവിരുന്നുകാരൻ. ഫറത്തൻ അതാ സാബിഖൻ, ഒരു മുൻകടന്ന ആക്കണേ മാതാപിതാക്കളുടെ മസ്ലഹത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഒമിൻ സമ്മ, കാരണം കൊണ്ടാണ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അന ഫറത്തുക്കും അലൽ ഹൗദി, ഫറത്തല്ലി അബവൈ എന്ന് പറഞ്ഞപ്പം പറഞ്ഞാണ്, ഞാൻ ഹൗദിന്റെ അടുക്കൽ നിങ്ങൾക്ക് മുന്നേ അവിടെ ഉണ്ടാവും, നിങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവുന്നു. അത് സവാഉൻ, ഇവിടെ ഈ ദുആ ചെയ്യുമ്പോൾ സമമാണ്. ആ മാതഫി ഹയാത്തിഹിമ, ആ കുട്ടി ഇവർ രണ്ട് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരിക്കൽ സമമാണ്. അം ബഅദഹുമ, അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ശേഷം, ഇവർ രണ്ടും മരിച്ചതിന് ശേഷം മരിക്കൽ സമമാണ്. അം ബൈനഹുമ, അല്ലെങ്കിൽ അവർ രണ്ടിൻ്റെയും ഇടയിൽ മരിച്ചു, അല്ലെങ്കിൽ ആപ്പ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് കുട്ടി മരിച്ചത്, പിന്നാണ് മരിക്കുന്നത്. എങ്ങനെയായാലും ഈ പിന്നെ ദുആ സമമാണ്. ഖിലാഫൻ ലി ഷാരിഹിൻ, എന്നാൽ ഏതോ ഒരു ഷാരിഹിന് എതിരായിട്ട്, ആ ഷാരിഹ് എന്താണ്, ഈ മാതാപിതാക്കൾക്ക് മുമ്പ് തന്നെ കുട്ടി മരിക്കുമ്പോഴേ ദുആ ചെയ്യേണ്ടതുള്ളത് എന്നുള്ള അഭിപ്രായമാണ്. വല്ലാഹിറു ഫി വലദി സിന, എന്നാൽ സിനയുടെ വ്യഭിചാരത്തിലുള്ള കുട്ടിയിൽ ഈ ദുആ ചെയ്യുമ്പോൾ അവിടെ യഖൂല, അവൻ പറയണം പിന്നെ ലി ഉമ്മിഹി, ഫറത്തല്ലി അബവൈഹി എന്ന് പറയാതെ ഫറത്തല്ലി ഉമ്മിഹി എന്ന് പറയണം. അതാണ് വാഹിർ. അതുപോലെ വഫീമൻ അസ്ലമ തബഅല്ലി അഹദിൽ അബവൈനി ഉസൂലിഹി, പിന്നെ ഉസൂലിൽ നിന്ന് ആരെങ്കിലും ഒരാളോട് താബിയായിട്ട് മുസ്ലിമായ, അല്ലെങ്കിൽ ഉമ്മയോട് താബിയായിട്ട് മുസ്ലിമായ, അല്ലെങ്കിൽ വാപ്പയോട് താബിയായി മുസ്ലിമായ ഒരു കുട്ടിയിലാണ് ഈ പ്രാർത്ഥനയെങ്കിൽ യഖൂല, അപ്പം പറയണം ലി അസ്ലിഹിൽ മുസ്ലിമി, അത് ഫറത്തല്ലി അസ്ലിഹിൽ മുസ്ലിമി എന്ന് ദുആ ചെയ്യണം. മുസ്ലിമായ അസ്ലിനിക്ക് പുറത്താക്കണേ എന്ന്. ഇനി ഉഖ്റവിയായ കാര്യങ്ങൾ കൊണ്ട് ദുആ ചെയ്യൽ ഹറാമാണ്. ലി കാഫിരിൻ, കാഫിറിന് വേണ്ടി ഉഖ്റവിയായ കാര്യങ്ങൾ കൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല. വഖദാ, ഇപ്രകാരം തന്നെ ഹറാമാണ്. മൻ ശുക്ക ഫി ഇസ്ലാമിഹി, അവന്റെ ഇസ്ലാമിൽ സംശയമാക്കപ്പെട്ടു.
അങ്ങനത്തെ ആൾക്കും ഉഖ്റവിയായ കാര്യം കൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല. അത് വലൗമിൻ വാലിദൈഹി, അവന്റെ മാതാപിതാക്കളിൽ നിന്നുള്ള ഇസ്ലാമിൽ നിന്നാണ് എന്ത് ചെയ്തത് ഇവിടെ പിന്നെ സംശയമാക്കപ്പെട്ടതെങ്കിലും ശരി. പിന്നെ ബി ഖിലാഫി മൻ ഗുന്ന ഇസ്ലാമുഹു, എന്നാൽ ഒരാളുടെ ഇസ്ലാമിനെ ഭാവിക്കപ്പെട്ടു, ഇസ്ലാം ആയോ എന്നത് ലന്നാണ്, അങ്ങനത്തെ ആൾക്കെതിരുണ്ട്. അത് വലൗബി കരീനത്ത് കൊണ്ടാണെങ്കിലും ശരി. ഏതുപോലെ കദ്ദാരി, ഈ ആള് മുസ്ലിം ദാറിലാണ് ജീവിക്കുന്നത്, അപ്പോൾ ആ കരീനത്ത് കൊണ്ട് ഇയാൾക്ക് ഇസ്ലാം ഉണ്ടോ എന്ന് എന്തായി ലന്നാണ്. അപ്പോൾ ആ ലന്ന്, അങ്ങനെയൊക്കെ ലന്നുള്ള ആൾക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ദുആ ചെയ്യാം. ഹാദാ, ഈ പറഞ്ഞതാണ് ഹുവല്ലദി യത്തജിഹു, ഇവിടെ ന്യായമായ അഭിപ്രായം ഇൽത്തിറാബിൻ ഫീ ദാലിക, ഇവിടെ ഇങ്ങനെ വന്നു വരുന്ന സ്ഥലത്ത് ഇൽത്തിറാബ്, അവിടെ ആശയക്കുഴപ്പത്തിലാകുന്നതിനേക്കാൾ എന്താണ് പിന്നെ മുത്തജിഹ് ഇതാണ്, ഈ പറഞ്ഞതാണ്. പിന്നെ ഇനി വസലഫൻ വദുഖ്റൻ,